അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പറയാൻ പോണത് നഈം ഫൈസിയെക്കുറിച്ചാണ്. നഈമും കൂട്ടുകാരും ഊട്ടിക്ക് പോയതാണ്. ഒരു 6 ആളാണ് പോയത്. 3 ബൈക്കുമ്മേ 2 ആളായാണ്ടാണ് അവർ യാത്ര പോയിരുന്നത്. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഊട്ടിയിൽ ഒരു ദിവസം താമസിച്ചു. എന്നിട്ട് അവരെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിയത്. അപ്പോൾ ആരും അറിഞ്ഞില്ല നഈമിൻ്റെ യാത്ര അവസാന യാത്രയാണെന്ന്. നഈം വീട്ടിലേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നേ ഉമ്മാക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് നഈം ഉമ്മാനോട് പറഞ്ഞു, ഞങ്ങളിവിടെ അടുത്തെത്തിക്കണ്. അപ്പോഴാണ് അപകടം ഉണ്ടായത്. അവർക്ക് അപകടം പറ്റി നഈമിൻ്റെ കൂട്ടുകാരൻ ഐസിയുലാണ്. പക്ഷേ നഈം മരിച്ച വിവരം ഐസിയു കിടക്കുന്ന കൂട്ടുകാരൻ അറിഞ്ഞില്ല. അവൻ മരണത്തിൻ്റെ പാട്ടുപാടി മരണത്തിലേക്ക് പോയി. അവൻ്റെ കുടുംബത്തിനും വാപ്പാക്കും ഉമ്മാക്കും സഹോദരങ്ങൾക്കും പടച്ചോൻ ക്ഷമ കൊടുക്കട്ടെ. ഇങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അവൻ്റെ ഖബർ സ്വർഗമാക്കാൻ നമുക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കാം. ഓരോ വീർപ്പിലെൻ്റെ ആയുസ്സെണ്ണം കുറയും. ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്ന് നിറയും. മഹ്ശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും. മന്നാനെ സുവർഗത്തിലൊരിടം തന്ന് കനിയോ. ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്. ഇടറാതെ കൽബിൽ ഈമാനൂട്ടി നീ എന്നെ നടത്തിക്ക്. യാ ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ. എന്തിനാണീ അഗ്നി പരീക്ഷ? കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ലക്കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ചൊരിയണമെൻ്റെ തമ്പുരാനേ.